ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കല്യാണം തമിഴ്നാട്ടിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനാണ് പോകുന്നത്. സൗത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ. അപ്പോൾ നമുക്ക് ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഉള്ളി. ദെൻ ഇത് ആമി, കസിൻസ്, റിലേറ്റീവ്സ് കുട്ടികളൊക്കെ. ഇത് കല്യാണ പെണ്ണ്. ദെൻ ഇതാണ് വിച്ചിലോ. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ പാലക്കാട് എത്തിക്കാണ്. അല്ലടാ, പാലക്കാട്. ആക്ച്വലി ഞങ്ങൾക്ക് 12 അവർ ജേർണി ഉണ്ടായിരുന്നു പയ്യൻ്റെ വീട്ടിലേക്ക്. അത് ഞങ്ങൾ തലേന്ന് കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 11 ട്രെയിൻ ആയിട്ടാണ് എത്തിയത്. എനിക്ക് മായയുടെ മോളാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്ച്വലി ഒരു നോർത്തിൽ പോയൊരു വൈബായിരുന്നു. രാവിലെ തന്നെ ഭയങ്കര മൂടൽ മഞ്ഞോലൊക്കെ ആയിരുന്നു. ഇതിവിടെ ചെക്കനായിട്ട് സൊള്ളുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി എല്ലാവരും ഫോണിൽ തന്നെ. എന്ത് ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കാന്നൊക്കെ. എനിക്ക് നീ മയിലിന്റെ ശബ്ദം കേട്ടായിരുന്നു? മയിലിന്റെ അത് കോയമ്പത്തൂരല്ലേ? ഞാൻ അവരുടെ മയിലിന്റെ ശബ്ദം. എനിക്ക് ഉറക്കമേ വരുന്നില്ല. ചീച്ചു പോയി സുന്ദരി. ഉറക്കിയില്ല. ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. ആ ഫേസ് വാഷ് ചെന്നാ കിട്ടും. ഈ കുട്ടി കല്യാണം കഴിക്കുകയാണ് ഗായ്സ്. ഇവിടെ ഒരു മണ്ഡലം ഉണ്ട് ഗായ്സ്. പക്ഷെ ഈ മണ്ഡലല്ല ഗായ്സ്, ഇവൻ വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. ഹായ്, നിന്നെ കൊരങ്ങനെ പോലെ തന്നെ ഇരിപ്പുണ്ട്. സോനു ഇവിടെ. സോനു, വേർ ആർ യു മൈ ബോയ്? അവൻ ജീവിച്ചു കാണിച്ചതൊക്കെ. ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേഷനിലെത്തി. രാവിലെ 11:30 ആയപ്പോഴേക്ക് നാട്ടിൽ ചെന്നിട്ട് അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ കണ്ടൊരു ഫ്ലക്സാണിത്. അച്ഛനമ്മയുടെ ഫോട്ടോ, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ രീതി അങ്ങനെയാണ്. ഇത് കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള വൈകുന്നേരം ഫ്ലക്സിൽ ഇല്ല ഞാൻ എടുക്കും. കല്യാണത്തിൻ്റെ തലേന്ന് ഇവർക്ക് ഒരു റിസപ്ഷൻ, ഒരു നളങ്ക്, നമ്മുടെ ഹൽദി പോലത്തേക്ക് ഒരു ട്രഡീഷണൽ തമിഴ് ഫംഗ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ടിരിക്കുകയാണ് ഇവളിപ്പോൾ. ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ്. ഓക്കെ, സെലിബ്രിറ്റീസ് പോലും കാണത്തില്ല ഇത്രയും ഫോട്ടോസും എടുപ്പും എല്ലാം. ഇറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ്.
അപ്പോൾ ഇതായിരുന്നു ഇവളുടെ കല്യാണ മണ്ഡപം. ഇവിടെ തന്നെയാണ് ഇവരുടെ നളങ്ക് ട്രഡീഷണൽ ഫംഗ്ഷനൊക്കെ നടത്തിയിരുന്നത്. ഏറ്റവും അതിശയപ്പെടുത്തിയത് ഇവിടെ DJ ഉണ്ടായിരുന്നു. ഞങ്ങളത് മനസ്സിൽ പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതും തമിഴ്നാട്ടിൽ നിന്ന്. ഞങ്ങൾ ഫ്ലെക്സ് കണ്ട് അമ്പരം നിൽക്കുകയായിരുന്നു. ഈ 2 ഫ്രണ്ട് അരവിന്ദാണ്, ഇതും തമിഴ്നാട്ടുകാരൻ തന്നെയാണ്. ഇവരുടെ കൂടെ PG പഠിച്ചതിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ കമ്പനിയായതാണ്. ഇത് പെണ്ണിൻ്റെ വീട്ടുകാർ അടുത്തുള്ളൊരു അമ്പലത്തിൽ വന്നിട്ട് കുറേ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചടങ്ങുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. ഒരു പ്ലേറ്റിൽ കുറേ ഫ്രൂട്ട്സ് സ്വീറ്റ്സൊക്കെ വെച്ചിട്ട് അത് ഹോളിലേക്ക് ചെക്കനും പെണ്ണുമായിട്ട് പോകണേ അന്ന് മാത്രമേ എനിക്ക് മനസ്സിലായി. കിട്ടി ഒന്നും പോലും പോയിട്ടില്ല. എനിക്കില്ല അമ്പലത്തിൽ സാധ്യല്ല പൂവുണ്ടോ. അപ്പോൾ ഇതായിരുന്നു ഫുഡ് കാര്യങ്ങളൊക്കെ. കേസരി, റവ ചപ്പാത്തി, റവയുടെ ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു. ഗുഡ്. ആൻഡ് ഫൈനലി ദിസ് ഈസ് എ വെഡിങ് ഡേ. ഞങ്ങളെല്ലാം സാരി എടുത്ത് നല്ല കുട്ടപ്പനായിട്ടിരിക്കുകയായിരുന്നു. കുട്ടികളൊക്കെ വളരെ സുന്ദരികളായിരുന്നു അന്ന്. ബട്ട് ഒരാൾ മാത്രം സാരി എടുത്തില്ല. അയാളാണ് സ്റ്റെയർ ഇറങ്ങി വരുന്നത്. വിസിബിൾ അല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ കാണാം സോയിന്. പിന്നെ എല്ലാവരും മുണ്ടും ഷർട്ടൊക്കെയാണ്. അവിടെ ഒരു സാധനം നിന്ന് ഫോൺ ചെയ്യുന്നതും എല്ലാം സുമുഖന്മാരായിരുന്നു. വേറെ സുമുഖനാണ് ദേവൻ്റെ കൂടെ നിൽക്കുന്നത്. സുമുഖൻ. സോനു, why are you not smiling? Smile സുചേച്ചി. സോ ഇതാണ് കണ്ണൻ, ഇത് അപ്പുചേട്ടൻ, ഇതാണ് ഇത് മാളു. ഇതെല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. ഇത് കല്യാണത്തിന് ശേഷം എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ വായി നോക്കി നടക്കുമായിരുന്നു. കല്യാണ സമയത്ത് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇത് മിഞ്ചി ഇടുന്ന ചടങ്ങാണ്. തമിഴ് ആചാരപ്രകാരം മിഞ്ചി ഇട്ട് കൊടുക്കുക. ഈ വീഡിയോ ആക്ച്വലി എടുത്തത് വേറൊരാളാണ്, ശ്രുതി ചേച്ചി, ഒരു സെലിബ്രിറ്റിയാണ്. പിന്നെ പുള്ളിക്കാരിക്ക് അറിയത്തില്ല എനിക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം. പുള്ളിക്കാരി എനിക്ക് സെൻഡ് ചെയ്ത് തന്നെ. എനിക്ക് താങ്ക് ചേച്ചി, ഞാൻ സ്മരിക്കുന്നു. ആക്ച്വലി എനിക്ക് ഈ വീഡിയോ പോലും കിട്ടത്തില്ലായിരുന്നു, ചേച്ചി അയച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ദെൻ വി ആർ കമ്മിങ് ടു ദ പോയിന്റ്. ഇഞ്ചിയിടൽ ചടങ്ങ്, ഇതൊക്കെ അവരുടെ റിലേറ്റീവ്സും സംഭവങ്ങളൊക്കെയാണ്. കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, കുറേ വ്യത്യസ്തമായ ആചാരം. താങ്ക്സുമായ ഇതെല്ലാം കാണാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന് തമിഴ്നാട് വരെ എത്തിച്ചു. சண்டை போடாத. போடவே இல்லையா?
ഹായ് സുല്ലു. ഹായ് പറഞ്ഞു. ഇവൻ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുന്നത് തമിഴ് പയ്യൻ. ഇത് മലയാളി യുവാവിനെ തേടുന്നു. ഇല്ല ഇവരിപ്പോ നേരെ എടുത്ത് ചാടാൻ പോണത് പെൺകുട്ടി ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് ചാടുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ചാടിയില്ലെങ്കിൽ ഞങ്ങൾ തള്ളിയിടുന്ന വീഡിയോ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ആദ്യം ഇവൻ ചാടും. പൊക്കിയെടുത്തിടുന്നതായിരിക്കും. ഈ കുട്ടിയുടെ വീഡിയോ എടുക്കുന്നത് വീഡിയോഗ്രാഫർ ശ്രുതിക്കൊപ്പം അമ്പലപ്പുഴയിൽ നിന്ന് ഇത് സിനിമയിലെടുത്താണ് ചെന്തു. ഹായ് ഗായ്സ്, ഇവ വേറെ വൃത്തിയായിട്ടാണ്. ഒരു യുവാവും 3 യുവതികളും ഇത് നോക്കി നിൽക്കുന്ന സോനു. ഇങ്ങനെ നല്ലൊരു കുട്ടിയെ അമ്പലപ്പുഴയ്ക്ക് വേണ്ടി സമ്മാനിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. വീഡിയോ നമുക്ക് റീൽസ് ചെയ്താലോ? റീൽസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ അവിടുത്തെ കല്യാണ സദ്യ എന്ന് പറയുന്ന സദ്യ. കൊള്ളായിരുന്നു. നോൺ വെജ് ഇഷ്ടമാകുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും ബാക്കി എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി സർവീസായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നെവർ എക്സ്പെക്റ്റഡ്. ഇത് കല്യാണപ്പെണ്ണിൻ്റെ അമ്മൂമ്മ, നിങ്ങളുടെ അമ്മൂമ്മ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ കേരളത്തെ പോലെ തന്നെ വീട് കാണൽ ചടങ്ങ്, ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടി പെണ്ണിൻ്റെ ആൾക്കാർ ചെന്നു. അവിടുത്തെ ചടങ്ങുണ്ടായിരുന്നു. നമ്മുടെ ചരടിൽ കിടക്കുന്ന താലിമാല സ്വർണ്ണമാലയിലേക്ക് മാറ്റുന്ന ചടങ്ങായിരുന്നു. അത് നമ്മളിങ്ങനെ കുങ്കുമവും ഭസ്മമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ പൂവും കുറേ കന്മേശയും പൊട്ടും എല്ലാം തരും. പക്ഷേ എനിക്കതൊന്നും കിട്ടിയില്ല. ആ ദുഃഖത്തിൽ ഞാൻ എല്ലാം ഒപ്പിയെടുത്തു, ഞാനും മാളവും. അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ പൂ വരും. അല്ല നമുക്ക് തരും. സോ ഇതൊന്നും കഴിയുമെന്ന് തോന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണാനായി കുത്തുമ്പോ പോത്ത് കുത്തുമെന്ന് അറിയത്തില്ല. വണ്ടി ഇടിച്ചാണോ ചാവുന്നതെന്ന് അറിയില്ല. പട്ടി കടിക്കാനായിട്ട് ഓടിക്കുന്നുണ്ട്. അതിമനോഹരമായൊരു ചാല് കാണുന്നു. അഴുക്ക് പോലും ഇല്ലാത്ത ചാൽ കാണിച്ചു കൊടുക്കും. കാണിക്കട്ടാ അഴുക്ക് ചാൽ സമ്പ്രദായം. ആ കൊള്ളാം. പോരെ തന്നെ കാണണേ. ഇത് ആരാ? അവരവരൊക്കെയാണ് സാർ. അത് സന്യാസി. ഏതോ ഒരു മേ എന്നാ പറ്റി? വല്ല ഷെയറായിരിക്കും. നോക്കടാ ഗായ്സ്, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോണേ. ഗായ്സിന് വീട്ടിൽ പോയിട്ട് സോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ എടുത്ത വീഡിയോ ആണിത്. This is the last video I included in this vlog, and I hope you guys enjoy the video, and thanks for watching. Until next time, bye.